ഡോക്ടറെ പല്ല് പൊടിഞ്ഞു പോകുന്നു. ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് പലരും പറയാറുണ്ട്. പക്ഷേ പലരും പറയണത് എൻ്റെ പല്ല് നല്ല ആരോഗ്യമുള്ള പല്ലാണ്, വേറെ ഒരു കുഴപ്പമില്ല, പക്ഷേ പല്ല് പൊടിഞ്ഞു പോകുന്നു, വേദനയില്ല, പൊളിപ്പില്ല, ഒന്നുമില്ല, പക്ഷേ പല്ല് പൊടിഞ്ഞു പോകുന്നു. ഒരു കാരണം ബ്രക്സിസം എന്ന് പറയുന്ന സാധനമാണ്. ബ്രക്സിസം എന്ന് പറഞ്ഞാൽ രാത്രി പല്ല് കടിക്കുന്ന സ്വഭാവമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കാണുന്നത്. പല്ല് തേഞ്ഞു പോവുക, പല്ല് പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകുന്നത്. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് തേയ്മാനമായിട്ട് നമുക്ക് കാണാം, പല്ലിൻ്റെ അറ്റമൊക്കെ പൊടിഞ്ഞു പോകണ കാണാം. ഇതെല്ലാം രാത്രി പല്ല് കടിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വെറുതെ ഇരുന്ന് ഫുൾ ടൈം കുറിച്ചുകൊണ്ട് നടക്കുന്നത്, ചെറിയ കട്ടിയുള്ള സാധനങ്ങൾ എപ്പോഴും കുറിച്ചുകൊണ്ട് നടക്കുന്നത്, ഇങ്ങനെയുള്ളവർക്ക് പല്ല് പൊടിഞ്ഞു പോകുന്നൊരു പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ ആ സ്വഭാവം നമുക്ക് നിർത്താനുള്ള, ഒന്നെങ്കിൽ രാത്രി നമ്മൾ നൈറ്റ് ഗ്രൈൻഡിങ് നിർത്താനുള്ള സ്പ്ലിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. അല്ല, ഇവർ കുറിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ കുറിക്കുന്ന സാധനങ്ങളെയൊക്കെ ഒന്ന് മാറ്റി ആ സ്വഭാവത്തെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്താൽ ആ പൊടിഞ്ഞു പോകും. ഇനി ഇതല്ല, പൊടിഞ്ഞു പോകുന്ന വേറൊരു കൂട്ടരുണ്ട്, അവർക്ക് ഇറോഷൻ ഉണ്ടാവും. അതുപോലെ നമ്മുടെ വയറ്റിലെ ഗ്യാസ് കാരണം അവർക്ക് പുളിച്ച് കിട്ടുന്ന പ്രശ്നം, അല്ലെങ്കിൽ പുളിയുള്ള സാധനങ്ങൾ വളരെയധികം കഴിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴും പല്ലിൻ്റെ അറ്റമെല്ലാം വളരെ ഫ്രജൈലായിട്ട്, അല്ലെങ്കിൽ അതിനകത്തെ കാൽസ്യം എല്ലാം പോയിട്ട് അതുകൊണ്ട് പൊടിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ആ രോഗത്തിന് ചികിത്സ പുളിച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വായ്ക്കകത്തേക്ക് ചെറിയ പുളിയായിട്ട് വരുന്ന, വയറ്റിൽ നിന്ന് വരുന്ന പുളി, അല്ലെങ്കിൽ വളരെയധികം പുളിയുള്ള സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം, ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പല്ലിൻ്റെ അറ്റമൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതൊന്നും അല്ലാതെ പല്ല് കേട് തന്നെ ഉണ്ടായിട്ട് അവർക്ക് വേദനയോ പൊളിപ്പൊന്നും ഉണ്ടാവില്ല, പല്ലിൻ്റെ സൈഡെല്ലാം കേടാവുന്നുണ്ടാവും. ആ കേട് അവരറിയുന്നില്ല. പ്രത്യേകിച്ച് ഫ്ലൂറൈഡ് അല്ലാത്ത പേസ്റ്റുകൾ ഉപയോഗിക്കുക, പുതിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് അവർ കുറേ പരീക്ഷണമൊക്കെ നടത്തുന്നവരായിരിക്കും. അങ്ങനെ പരീക്ഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് കാൽസ്യമൊക്കെ പോയി, അല്ലെങ്കിൽ കേട് അതിനടിയിൽ ഫോം ചെയ്യുന്നതിന്, പക്ഷേ പുളിപ്പൊന്നും അറിയില്ല. ചില പ്രത്യേകതരം പേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചാൽ പുളിപ്പ് അറിയേയില്ല. അങ്ങനെയുള്ളവർക്ക് പല്ല് പൊട്ടിപ്പോകുന്നതായിട്ട് തോന്നും, കേടൊന്നും ഇല്ലയെന്ന് തോന്നും, വേദന ഇല്ല എന്ന് തോന്നും. പക്ഷേ അത് കേടുകൊണ്ട് തന്നെ വരുന്നതാണ്. പല്ലിൻ്റെ സൈഡ് ഒരു ദിവസം പൊട്ടിപ്പോയി, മറ്റേ വശം വേറൊരു ദിവസം പൊട്ടി, അങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിലും കൃത്യമായ ചികിത്സകളുണ്ട്. കാരണം കേട് വരുന്നത് കാരണം കണ്ടുപിടിക്കുക, പേസ്റ്റ് മാറ്റി ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പല്ല് പൊട്ടൽ നിൽക്കും. അതോടൊപ്പം തന്നെ പൊട്ടിയ പല്ലുകളെ അവിടെ വെച്ചുകൊണ്ടിരിക്കാനും പാടില്ല. കാരണം അവിടെ ഭക്ഷണം കയറിയിട്ട് പിന്നെ അടുത്തുള്ള പല്ലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭക്ഷണം കയറുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, പല്ല് കേടാണോ എന്നറിയാൻ നല്ലൊരു പല്ല് ഡോക്ടറെ കാണിച്ച് അത് ചികിത്സിക്കുന്നത്. പല്ല് പൊട്ടിപ്പോകുന്നത് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെന്ന് തോന്നാം, പക്ഷേ അതിൻ്റെ സൈഡിൽ നിന്ന് കേട് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേദനയും പൊളിപ്പൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അതുകൂടെ നോക്കി മനസ്സിലാക്കി, പൊടിഞ്ഞു പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഡോക്ടറെ പോയി കാണിച്ച് ചികിത്സിക്കുന്നത് നന്നായിരിക്കും. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.